ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കിയാലോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമ്മൾ കോവയ്ക്കൊക്കെ നരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മൺചട്ടി വെച്ചെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അപ്പോൾ ഇതാ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ സവാളയാണ് എടുത്തത്. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്ന കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളിയുമാണ്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന ശേഷം അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ പൊടിയുടെയൊക്കെ ഇനി പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കുക. ഇതുപോലെ റൗണ്ടിനാണ് നമ്മൾ കോവയ്ക്ക ഒന്ന് കട്ട് ചെയ്തത്. കോവയ്ക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോവയ്ക്കൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി ഒന്ന് വാടി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ കോവയ്ക്ക് ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.